ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മോഷനെ പ്ലെയിൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? വെക്ടേഴ്സ്, സ്കേലാസ്, പിന്നെ അതേപോലെ തന്നെ ട്രിഗണോമെട്രിക്കല്ല ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ, പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ ഒക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിലൂടെ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. A vector A of magnitude 4 units and B with magnitude 3 units are added. What is the resultant if the angle between them is 180 degree? പറഞ്ഞേ, എന്താണ് ചോദ്യം? യെസ്, വെക്ടർ A of magnitude 4 units and B with magnitude 3 units are added. 4ഉം 3ഉം യൂണിറ്റ്സ് എന്താണ്? ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 ഡിഗ്രി? അവയ്ക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ടൻ്റ് എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. ഇതിന് നമ്മൾ എന്തോ ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു അത്? യെസ്, റിസൾട്ടൻ്റ് ആർ ഇസ് ഈക്വൽ ടു √A² പ്ലസ് B² പ്ലസ് 2AB cos തീറ്റ. ഓർക്കുന്നുണ്ടോ ഇത്? ഉണ്ടോ? യെസ്, ആർ ഇസ് ഈക്വൽ ടു √A² പ്ലസ് B² പ്ലസ് 2AB cos തീറ്റ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിക്കേ. എന്താണ്? യെസ്, വെക്ടർ എ എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്? 3 യൂണിറ്റ്സ് ആണ്. ഇവയ്ക്കിടയിൽ ആംഗിൾ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. നമുക്കൊന്ന് ഫിഗർ വരച്ച് നോക്കിയാലോ? യെസ്, 4 യൂണിറ്റ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് വെക്ടർ എ എന്താണ്? 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും പാരലൽ ആവുന്ന സമയത്ത് എന്തായിരിക്കും? അവയ്ക്കിടയിലുള്ള ആംഗിൾ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 180 ആംഗിൾ വരണമെങ്കിൽ ഇവ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കണ്ടേ? എങ്കിലല്ലേ 180 ഡിഗ്രി വരുള്ളൂ. സോ ഇവ രണ്ടും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ഇതാണ് എൻ്റെ വെക്ടർ ബി, 3 യൂണിറ്റ്സ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? 180 ഡിഗ്രി വരുന്ന സമയത്ത് എന്തായിരിക്കും റിസൾട്ടൻ്റ്? ഓർക്കുന്നുണ്ടോ? യെസ്, ആർ ഇസ് ഈക്വൽ ടു √A² പ്ലസ് B² മൈനസ് 2AB വരും അല്ലേ? കാരണം എന്താണ്? കോസ് 180 എത്രയാണ്? -1 ആണ്. സോ ഇതെന്താവും? -1 ആയിട്ട് മാറും. -1 ആവുന്ന സമയത്ത് A² പ്ലസ് B² പ്ലസ് 2AB ഇൻറ്റു -1. 2AB ഇൻറ്റു -1 എത്രയാണ്? -2AB. സോ അതുകൊണ്ടാണ് എന്ത് ഇവിടെ -2AB എന്ന് വന്നത്. നമുക്കറിയാം എന്ത്? A - B ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A² പ്ലസ് B² മൈനസ് 2AB ആണെന്ന്. സോ ഞാൻ ഇതിൻ്റെ പകരം എന്താക്കി? ആർ ഇസ് ഈക്വൽ ടു √A² മൈനസ് B² എന്ന് എഴുതി. സോ ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും നമുക്ക് എന്താക്കാം? ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് എന്ത് കിട്ടും? റിസൾട്ടൻ്റ് ആർ ഇസ് ഈക്വൽ ടു A - B, വെക്ടർ A മൈനസ് വെക്ടർ B എന്ന് കിട്ടും. സോ എന്താണ്? യെസ്, വെക്ടർ A മൈനസ് വെക്ടർ B ഇസ് ഈക്വൽ ടു 1 യൂണിറ്റ് എന്ന് കിട്ടും. മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയതെന്ന്? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡയറക്ഷനാണ് ഇന്ന് ചോദിച്ചതെങ്കിലോ? യെസ്, ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു B സൈൻ തീറ്റ ബൈ A പ്ലസ് B കോസ് തീറ്റ. അത് വെച്ച് നിങ്ങൾക്ക് ഡയറക്ഷൻ കാണാം. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അനലിറ്റിക് മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഉള്ളത്. സോ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണത്? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം അല്ലേ? ഇക്വേഷനൊന്നും ഇല്ലാത്ത ബുദ്ധിമാനായ ഒരാൾ വളരെ പെട്ടെന്ന് ചിന്തിക്കും. എന്താണ്? ഒരു വസ്തു 4 യൂണിറ്റ് ഇങ്ങോട്ടും 3 യൂണിറ്റ് ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെയാകുന്ന സമയത്ത് റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഒരാൾ ഇങ്ങോട്ടേക്കൊരു ഫോഴ്സും ഇങ്ങോട്ടേക്കൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? ക്യാൻസൽ ഔട്ട് അല്ലേ ചെയ്യുക? 4ന്ന് വലുതെന്ന് ചെറുത് കുറയല്ലേ ചെയ്യുക? സോ എന്താവും? 1 യൂണിറ്റ് ആയിരിക്കും ആൻസർ കിട്ടുക. ഏതാണോ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഏത് ഭാഗത്തേക്കാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് ആ വസ്തു നീങ്ങും. ഇങ്ങനെയും നമുക്ക് ചിന്തിച്ച് ആൻസർ എഴുതാം. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എന്തായിരുന്നു? റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. എന്താണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് റെസൊല്യൂഷൻ? ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ വെക്ടർ ഇൻ ടു 2 or more കമ്പോണൻസ്. എന്താണ്? ഒരു വെക്ടറിനെ 2 അതിലധികമോ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് up of a vector into 2 or more vectors is known as the resolution of a vector.
The vectors into which the given vector is splitted are called components of vector. ഉണ്ടോ? ആ വെക്ടറും സ്പ്ലിറ്റായിട്ട് നമുക്ക് കിട്ടുന്ന 2 or 3 കമ്പോണൻസ് ഉണ്ടല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്പോണൻസ് എന്ന് പറയുക. നോക്കിക്കേ, ഇതെന്താണ്? ഇതെൻ്റെ വെക്ടർ എ ആണ്. ഈ വെക്ടർ എനെ ഞാൻ എന്താക്കുകയാണ്? കമ്പോണൻ്റ് ആക്കാൻ പോവാണ്. എങ്ങനെയാണ് കമ്പോണൻ്റ് ആക്കുക? സ്പ്ലിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇല്ലേ, അതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഞാൻ വൈ ആക്സിന് പെർപെൻഡിക്കുലർ ഇതല്ലേ, എൻ്റെ വൈ ആക്സിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് കൂടി ആയിരിക്കില്ലേ? എക്സ് ആക്സിൻ്റെ പെർപെൻഡിക്കുലർ വൈ ആക്സിസ് കൂടി ആയിരിക്കും. സോ ഞാൻ എന്താക്കി? ഈ വെക്ടർ എനെ റിസോൾവ് ചെയ്തു. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതെൻ്റെ വെക്ടർ എ ആണ്. ഈ വെക്ടർ എനെ എനിക്ക് എന്താക്കണം? റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ആക്സിസുകൾക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈൻസ് വരയ്ക്കുകയാണ്. സോ ഇതെൻ്റെ വെക്ടർ എ ആണ്. ഇതാണ് ഞാൻ ഇത് റിസോൾവ് ചെയ്തെടുത്ത എൻ്റെ 2 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇത് എ എക്സ് ആയിരിക്കും. എ എക്സ് എന്താണ്? വെക്ടർ എയുടെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണെന്ത്? എ എക്സ്. അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എന്തായിരിക്കും? യെസ്, എ വൈ ആയിരിക്കും അല്ലേ? എ വൈ ആയിരിക്കും. ഇതെന്താണ്? എക്സ് കമ്പോണൻ്റ്, എ എക്സ് എന്ന് പറഞ്ഞ കമ്പോണൻ്റ് എക്സ് ഡയറക്ഷനിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് പഠിച്ചതാണ്. എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? പറഞ്ഞേ. യെസ്, ഐ ക്യാപ്പ് അല്ലേ? ഐ ക്യാപ്പ്. സോ എ എക്സ് ഐ ക്യാപ്പ് എന്ന് വരും. ഇവിടെയോ വൈ ഡയറക്ഷനിലുള്ളതാണെങ്കിൽ എന്ത് വരും? യെസ്, ജെ ക്യാപ്പ് വരും. സോ എ വൈ ജെ ക്യാപ്പും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ എന്ത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യാണ്. എങ്ങനെയുള്ള വെക്ടറിന്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള വെക്ടറിന് നമ്മൾ റിസോൾവ് ചെയ്യില്ല. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുക? യെസ്, അതിൻ്റെ ആക്സിസുകൾക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കാം. കൺസിഡർ എ വെക്ടർ എ ദാറ്റ് ലൈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. ടു റിസോൾവ് വെക്ടർ എ, വെക്ടർ എനെ റിസോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ ലൈൻ ഫ്രം ഒ പെർപെൻഡിക്കുലർ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. കോർഡിനേറ്റ് ആക്സിസുകൾക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. എവിടുന്ന്? ഒറിജിനലിൽ നിന്നും കോർഡിനേറ്റ് ആക്സിസുകൾക്ക് എന്താക്കണം? പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ദ ക്വാണ്ടിറ്റീസ് എ എക്സ് ആൻഡ് എ വൈ ആർ കോൾഡ് കമ്പോണൻറ്റ് ഓഫ് ദ വെക്ടർ എ. വെക്ടർ എയുടെ കമ്പോണൻസ് ആരൊക്കെയാണ്? എ എക്സും എ വൈയും. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം വേണമെങ്കിൽ. ഇതെൻ്റെ വെക്ടർ ബി ആണ്. ഇതിനെനിക്ക് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ചെയ്യാം? യെസ്, ഇതിൻ്റെ വെക്ടർ ഒറിജിനൽ നിന്ന് ഞാൻ ആക്സിസുകൾക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. വൈ ആക്സിന് പെർപെൻഡിക്കുലർ എന്തായിരിക്കും? എക്സ് ആക്സിസ് ആയിരിക്കും അല്ലേ? എക്സ് ആക്സിനോ? വൈ ആയിരിക്കും. സോ ഈ വെക്ടർ ബിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്? എക്സ് ആക്സിസ് കൂടെയുള്ള വെക്ടർ ബിയുടെ കമ്പോണൻ്റ് ആണെന്ത്? ബി എക്സ് എന്ന് പറയുന്നത്. ഇതിന് ഡയറക്ഷൻ വരുമ്പോൾ എന്താവും? ബി ഐ ക്യാപ്പ് ആവും. ഓക്കെ, വൈ ഡയറക്ഷനിലൂടെ എന്താണുള്ളത്? ബി വൈ ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ജെ ക്യാപ്പാണ്. സോ ഇതാണെന്ത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു വെക്ടറിന് സ്പ്ലിറ്റ് ചെയ്യാണ് നമ്മൾ 2 അല്ലെങ്കിൽ അതിലധികമോ കമ്പോണൻസ് ആയിട്ട്. ഇതാണെന്ത്? കമ്പോണൻസ് എന്ന് പറയുന്നത്. ആ വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ 2 അല്ലെങ്കിൽ അതിലധികമോ വെക്ടേഴ്സ് കിട്ടൂലേ? സോ ഇതാണെന്ത്? കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിന് ഇതിനൊരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിളായിട്ട് മാറില്ലേ? ഞാൻ ഇതിനൊരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ 4 ഭാഗവും കണ്ടുപിടിക്കണം. എന്താണ്? ഇതിൻ്റെ 4 ഭാഗവും എനിക്ക് എന്താക്കണം? കണ്ടുപിടിക്കണം. ഈ 4 ഭാഗവും എനിക്ക് എന്താക്കണം? കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് നോക്കിയാലോ? നോക്കൂ. റെക്റ്റാങ്കുലർ കമ്പോണൻസ് ഓഫ് എ വെക്ടർ ഇൻ എ പ്ലെയിൻ. അതിന് പകരം എന്താ എഴുതാം? റെസൊല്യൂഷൻ of a vector into rectangular components. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഈ ഹെഡിങ് വേണമെന്നില്ല. പകരം റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഇൻറ്റു റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് മതി. ഓക്കെ, നമ്മൾ പറഞ്ഞു റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ് ആണ്.
The resolution of a vector into two mutually perpendicular vector is called the rectangular resolution of a vector in a plane. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ വെക്റ്റർ നമ്മൾ റിസോൾവ് ചെയ്തു. ഈ റിസോൾവ് ചെയ്തിട്ട് ഞാൻ എന്താക്കുകയാണ്, ഇതിനൊരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഭാഗത്ത് റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 4 ഭാഗവും എനിക്ക് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, നിങ്ങൾക്ക് എന്താ അറിയാം, ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡിഷൻ അറിയുന്ന ആൾക്കാരാണെന്ത് നമ്മൾ. സോ ഇതാണെന്ത്, ട്രയാങ്കിളാണെൻ്റെ. ഇതിൽ നിന്ന് നിങ്ങൾ കോസ് തീറ്റ പറഞ്ഞേ. കോസ് തീറ്റ എന്താണ്? യെസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. സോ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? AX ബൈ ഹൈപ്പോട്ട്ന്യൂസ് A. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? AX ഇസ് ഈക്വൽ ടു A കോസ് തീറ്റ എന്ന് കിട്ടത്തില്ലേ? എനെ കോസ് തീറ്റൻ്റെ അടുത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? A കോസ് തീറ്റ എന്ന് കിട്ടും. സോ AX എന്ന് പറയുന്നത് എന്തായി? A കോസ് തീറ്റയാണെന്ന് മനസ്സിലായി. ഇനി നേരെ മറിച്ച് നിങ്ങൾ സൈൻ തീറ്റ എടുത്ത് നോക്കൂ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലേ. ഇതെന്താണ്? AY ആണെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? AY തന്നെ ആയിരിക്കില്ലേ? AY തന്നെ ആയിരിക്കും. സോ AY ബൈ ഹൈപ്പോട്ട്ന്യൂസ് A. ഓക്കെ, സോ ഈ എനെ ഭാഗത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? AY ഇസ് ഈക്വൽ ടു A സൈൻ തീറ്റ എന്ന് കിട്ടും. AY ഇസ് ഈക്വൽ ടു A സൈൻ തീറ്റ എന്ന് കിട്ടും. സോ AY എന്ന് പറയുന്നത് എന്ത് കിട്ടി? A സൈൻ തീറ്റയാണെന്ന് മനസ്സിലായി. സോ നമുക്ക് എന്ത് എഴുതാം? വെക്റ്റർ A ഈസ് ഈക്വൽ ടു AX പ്ലസ് AY എന്ന് എഴുതാം. എഴുതിക്കൂടെ? AX പ്ലസ് AY എന്ന് എഴുതാം. കാരണം റിസൾട്ടൻ്റ് ആണിത്. സോ റിസൾട്ടിന് നമുക്ക് കമ്പോണൻസിൻ്റെ സമ്മാക്കി എഴുതാൻ പറ്റും. സോ വെക്റ്റർ A ഈസ് ഈക്വൽ ടു AX പ്ലസ് AY എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ AX എന്താണ്? യെസ്, നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? A കോസ് തീറ്റ പ്ലസ് A സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. A കോസ് തീറ്റ പ്ലസ് A സൈൻ തീറ്റ എന്ന് എഴുതാൻ കഴിയും. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചേ. മാഗ്നിറ്റ്യൂഡ് എന്താണ്? നമുക്കറിയാം അല്ലേ, 2 പെട്ടിക്കുള്ളിൽ, പെട്ടിയാൽ 2 വരയ്ക്കുള്ളിലിട്ടാൽ മാഗ്നിറ്റ്യൂഡായി റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ ആണല്ലോ. ഇനി ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ച് എന്തായിരിക്കും ഡയറക്ഷൻ? യെസ്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു Y ബൈ എക്സ് ആയിരിക്കും. Y ആക്സിസിൽ ഏതാണുള്ളത്? AY. സോ AY ബൈ AX ആയിരിക്കും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബൈ എ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇതെന്താണ്? ഇത് വേണേൽ ഇതിലും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാധനം ഇതായിരുന്നു അല്ലേ. ഇതിൻ്റെ വെക്റ്റർ എനെ റിസോൾവ് ചെയ്തിട്ട് കിട്ടിയ 2 കമ്പോണൻസ് X ആക്സിസിലുള്ളത് Y ആക്സിസിലുള്ളത്. X ആക്സിസിലുള്ള ആളായിരുന്നു AX ആയിരുന്നു. Y ആക്സിസിലുള്ളത് AY ആയിരുന്നു. സോ ഡയറക്ഷൻ കൂടി വരുമ്പം AX I ക്യാപ്പ് എന്നാവും. Y ഡയറക്ഷനിൽ AJ ക്യാപ്പ് എന്നാവും. എന്താണ്? നമ്മൾ പാരലലോഗ്രാം അറിയുന്ന ആൾക്കാരാണ്. സോ ഞാൻ എന്താണ്, ഇതിനെ പാരലലോഗ്രാം മാറ്റി. ഇനി എന്താണ് പറയുന്നത്? OR ഇസ് ഈക്വൽ ടു OP പ്ലസ് OQ. OR ഇത് എൻ്റെ OR, ഇത് P, ഇത് Q. സോ എന്താണ്? OR ഇസ് ഈക്വൽ ടു OP പ്ലസ് OQ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു വെക്റ്റർ A പ്ലസ് വെക്റ്റർ B ആയിരിക്കും അല്ലേ. ഇത് വെക്റ്റർ A ആണെങ്കിൽ, കാണുന്നുണ്ടോ? ഇത് വെക്റ്റർ A ആണെങ്കിൽ, ഇത് വെക്റ്റർ B ആണെങ്കിൽ എൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വെക്റ്റർ A പ്ലസ് വെക്റ്റർ B ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻ്റെ റിസൾട്ടൻ്റ് എന്താണ്? വെക്റ്റർ A ആണ് ഇവിടുത്തെ എൻ്റെ റിസൾട്ടൻ്റ്. സോ വെക്റ്റർ A എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, AX പ്ലസ് AY ആയിരിക്കും അല്ലേ. നോക്കൂ, AX I ക്യാപ്പ് പ്ലസ് AY J ക്യാപ്പ് ആയിരിക്കും. സോ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് OR എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ A ആണ്. ഈക്വൽ ടു OP എന്താണ്? AX അല്ലേ, AX I ക്യാപ്പ് പ്ലസ് OQ എന്താണ്? AY J ക്യാപ്പാണ്. AY J ക്യാപ്പ്. ഓക്കെ, AX I ആൻഡ് AY J ക്യാപ്പ് ആർ വെക്റ്റർ കമ്പോണൻസ് ഓഫ് വെക്റ്റർ A along X ആൻഡ് Y ആക്സിസ്. X ആൻഡ് Y ആക്സിസിലുള്ള വെക്റ്റർ എയുടെ കമ്പോണൻസ് ആണ് ആരൊക്കെ? AX എന്ന് പറയുന്ന ആളും AY എന്ന് പറയുന്ന ആളും. AX ആൻഡ് AY ആർ കോൾഡ് സ്കേലാർ കമ്പോണൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? AX I ക്യാപ്പ് പ്ലസ് AY J ക്യാപ്പ്. ഇതിൽ AXനെ AYനെ മാത്രം സ്കേലാർ കമ്പോണൻസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? സ്കേലാർസിന് ഡയറക്ഷൻ പറയില്ല. വെക്റ്റർ പറയുമ്പോൾ മാത്രമാണെന്ത് നമ്മൾ ഡയറക്ഷൻ പറയത്തുള്ളൂ അല്ലേ. സ്കേലാർസിന്
ഡയറക്ഷൻ ഇല്ല. സോ അതുകൊണ്ടാണ് ഈ ഡയറക്ഷൻ ഒഴിവാക്കിയിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞത്. എ എക്സ് പ്ലസ് എ വൈ സ്കേലാർ കമ്പോണൻസ് ആണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതും ഇതെന്താണ്? വെക്റ്റർ കമ്പോണൻസ് ആണ്. കാരണം ഇതിൻ്റെ കൂടെ ഡയറക്ഷനും വരുന്നുണ്ട്. സോ ഇത് വെക്റ്റർ കമ്പോണൻസ് ആണ്. ഇതെന്താണ്? സ്കേലാർ കമ്പോണൻസ് ഓഫ് വെക്റ്ററെ. ഇനി നമ്മൾ ഇതിൽ എന്താക്കി? കോസ് തീറ്റ കണ്ടുപിടിച്ചു. ഇതാണ് എൻ്റെ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത്. എന്താക്കി? കോസ് തീറ്റ കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് ചെയ്തത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, ഒ പി ഡിവൈഡഡ് ബൈ ഒ ആർ ആയിരിക്കും. എൻ്റെ ഒ പി എന്ന് പറയുന്ന ആരാണ്? എ എക്സ് ആണ് ഡിവൈഡഡ് ബൈ വെക്റ്റർ എ. ഇനി അതേപോലെ തന്നെ എന്താക്കി? ഈ വെക്റ്റർ എന് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സോ എനിക്ക് എന്ത് കിട്ടി? എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് കിട്ടി. നേരത്തെ ഞാൻ കണ്ടുപിടിച്ച സംഭവം തന്നെ നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു. ഇത് ജസ്റ്റ് ഇതിലുള്ള പോലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു മാത്രം. നോക്കൂ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ എക്സ് ബൈ എ. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഇനി സൈൻ തീറ്റ ഇതേപോലെ കണ്ടുപിടിച്ചേ. സൈൻ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ആർ പി ബൈ ഒ ആർ അല്ലേ. ആർ പി എന്താണ്? എ വൈ ആണ്. സോ എ വൈ ബൈ എ. സോ എ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതാണെന്ത്? എൻ്റെ എ വൈ എന്ന് പറയുന്നത് എന്താണ്? എ സൈൻ തീറ്റയാണ്. എ സൈൻ തീറ്റയാണ്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, രണ്ട് വരയ്ക്കുള്ളിൽ വെക്റ്റർ എനെ എഴുതിയാൽ അതാണ് മാഗ്നിറ്റ്യൂഡ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് ഇട്ടിട്ടാണ് കണ്ടുപിടിക്കുക. സോ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആണെന്ത്? റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്തായിരിക്കും? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ വൈ ബൈ എ എക്സ്. ടാൻ തീറ്റ എന്ന് പറയുന്നതായിരിക്കും y2 മൈനസ് y1 ആണ്. സോ ഇവിടുത്തെ y ആക്സിസിലുള്ള ആരാണ്? എ വൈ ആണ്. എക്സ് ആക്സിസിലുള്ള എ എക്സ് ആണ്. സോ അതുകൊണ്ടാണ് എന്ത്? എ വൈ ബൈ എ എക്സ് എന്ന് വന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് റെസൊല്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാംസിൽ ചോദിക്കാറുണ്ട്. എന്താണ്? കമ്പോണൻസ് ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഇതൊന്ന് മയക്കുകയാണ്. സ്ലൈഡ്സ് ബ്ലാങ്ക് പേപ്പർ കുറവാണ്, അതുകൊണ്ടാണ് മായ്ച്ചിട്ട് എഴുതുന്നത്. ഓക്കെ, ഇത് മതി. ഓക്കെ, അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്ത്? എൻ്റെ കയ്യിലൊരു വെക്റ്റർ എഫ് ഉണ്ട്. എന്തുണ്ട്? ഒരു വെക്റ്റർ എഫ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാണെന്ത്? കാണുന്നുണ്ടോ? ഇതെൻ്റെ വെക്റ്റർ എഫ് ആണ്. ഈ എഫിനെ റിസോൾവ് ചെയ്യാൻ പറയാണ് ഞാൻ. ഈ എഫിനെ റിസോൾവ് ചെയ്യാൻ പറയാണ്. റിസോൾവ് ചെയ്തേ നോക്കട്ടെ ആർക്കൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുക എന്ന് പറയുമ്പം ഇതിൻ്റെ ഒറിജിനിൽ നിന്ന് എന്താക്കുകയാണ്? കമ്പോണൻസിന് ആക്സസുകൾക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുക അല്ലേ. സോ ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. വളഞ്ഞു പോയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വരിക, ഇങ്ങനെ വരും അല്ലേ. ഇതെന്താണ്? എഫിൻ്റെ കമ്പോണൻസുകളാണിത്. എന്താണ്? എക്സ് ആക്സിലുള്ള കമ്പോണൻസ് എന്താണ്? യെസ്, ഇതെന്താണ്? തീറ്റ ആംഗിളാണ്. എക്സ് ആക്സിലുള്ള കമ്പോണൻറ്റ് എന്താണ്? യെസ്, എന്താണ്? എഫ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ എഫ് കോസ് തീറ്റ ആണല്ലോ. വൈ ആക്സിലുള്ളത് എന്തായിരിക്കും? എഫ് വൈ ആയിരിക്കും. എഫ് വൈ ജെ ക്യാപ്പ് അല്ലേ. എഫ് എക്സ് ഐ ക്യാപ്പ് എന്തായിരിക്കും? എഫ് സൈൻ തീറ്റ. മനസ്സിലായോ? ഇതുപോലും മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ തീറ്റ കണ്ടോ നിങ്ങൾ? ഈ ആംഗിൾ എവിടെയാണോ ഉള്ളത് ആ ആംഗിളിനടുത്തായിരിക്കും ആരുണ്ടാവുക? കോസ് തീറ്റ ഉണ്ടാവുക. ആംഗിൾ എവിടെയാണോ ഉള്ളത് ആ ആംഗിളിനടുത്തായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ കോസ് തീറ്റ ഉണ്ടാവുക. അതിന് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുണ്ടാവുക? സൈൻ തീറ്റ ഉണ്ടാവുക. മനസ്സിലായോ? ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഈ സൈഡിൽ, അതാണ് ഉദ്ദേശം. ഇനിയിപ്പോൾ എൻ്റെ തീറ്റ ഇവിടുന്ന് മാറി ഇവിടെയായിരുന്നു ഉള്ളതെങ്കിൽ, എൻ്റെ തീറ്റ ഇവിടെയായിരുന്നു ഉള്ളതെങ്കിൽ എങ്ങനെ മാറുമായിരുന്നു? യെസ്, ഇവിടെ കോസ് തീറ്റയും സൈൻ തീറ്റയും മാറും. ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ കോസ് തീറ്റയായിരുന്നു ഉണ്ടാവുക. കാരണം തീറ്റ എവിടെയാണോ ഉണ്ടാവുക ആ ഭാഗത്തായിരിക്കും എന്തുണ്ടാവുക? എൻ്റെ കോസ് തീറ്റ ഉണ്ടാവുക. അതിന് നേരെ മറു സൈഡിലായിരിക്കും ആരുണ്ടാവുക? സൈൻ തീറ്റ ഉണ്ടാവുക. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം.
ഇനി എൻ്റെ കയ്യിലൊരു വെക്റ്റർ ആർ ഉണ്ട്. വെക്റ്റർ ആറിനെ നിങ്ങൾ റിസോൾവ് ചെയ്യണേ. എൻ്റെ വെക്റ്റർ ആർ ഇങ്ങനെയാണുള്ളത്. എൻ്റെ വെക്റ്റർ ആർ ഇങ്ങനെയാണുള്ളത്. നിങ്ങൾ പറഞ്ഞേ എങ്ങനെയായിരിക്കും റിസോൾവ് ചെയ്യുക നമ്മൾ? യെസ്, പെർപെൻഡിക്കുലർ വരയ്ക്കുക അല്ലേ? പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെയാണ് എൻ്റെ തീറ്റ ഉള്ളത്. പറഞ്ഞേ എന്തായിരിക്കും ഇതെൻ്റെ എക്സ് ആക്സിസ്, ഇതെൻ്റെ വൈ ആക്സിസ്. പറഞ്ഞേ എന്താണ് എൻ്റെ വെക്റ്റർ ആറിൻ്റെ എക്സ് കമ്പോണൻറ്റ് വരിക? എൻ്റെ വെക്റ്റർ ആറിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്താണ്? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വെക്റ്റർ അല്ല, ആർ എക്സ് ഐ ക്യാപ്പ് അല്ലേ? അല്ലെങ്കിൽ എന്ത് എഴുതാം? തീറ്റ എവിടെയാണ്? സോ തീറ്റയുടെ അടുത്തുള്ള ആരായിരിക്കും? ആർ കോസ് തീറ്റ. ഓക്കെ, സോ ഈ സൈഡിലുള്ള ആളായിരിക്കും? ആർ സൈൻ തീറ്റ. സോ ആർ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? യെസ്, ആർ വൈ ജെ ക്യാപ്പ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ് ആണ്. അതായത് രണ്ടോ അതിലധികമോ കമ്പോണൻസ് ആയിട്ട് നമ്മുടെ വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളെന്താക്കി? സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെ വെച്ചാൽ എൻ്റെ കയ്യിലൊരു വെക്റ്റർ ആറുണ്ട്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ആക്സിസുകൾക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. എക്സ് ആക്സിസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ആര്? വൈ ആക്സിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എക്സ്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മുടെ വെക്റ്റർ ആയിരിക്കും. അതിൽ തീറ്റ എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ആംഗിൾ എവിടെയാണോ ഉള്ളത്, അതിനടുത്തായിരിക്കും ആരുണ്ടാവുക? എൻ്റെ കോസ് തീറ്റ ഉണ്ടാവുക. അത് നേരെ മറ്റേ സൈഡിലായിരിക്കും ആരുണ്ടാവുക? സൈൻ തീറ്റ ഉണ്ടാവുക. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. സിമ്പിളായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞു പ്ലെയിനിലുള്ള ആളായിരുന്നു അല്ലേ? എക്സും വൈയും മാത്രമായിരുന്നു നമുക്ക് ഇതുവരെ വന്ന ആര് കമ്പോണൻസ് എന്ന് പറയുന്നത്, എക്സും വൈയും. ഇനി എൻ്റെ സ്പേസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ 3 ഡയമെൻഷനിലേക്ക് പോവുകയാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ എന്താണ് പഠിക്കാൻ പറ്റുന്നവർക്ക് മാത്രം പഠിച്ചാൽ മതി. ഞാൻ നിർബന്ധം പിടിക്കില്ല. പക്ഷേ ഇതെന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്ലെയിനിലുള്ള ആളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മോഷൻ ഇൻ എ പ്ലെയിൻ ആണല്ലോ. ഓക്കെ, വെക്റ്റർ എ ഇൻറ്റു 3 കമ്പോണൻസ് എലോങ് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് ഇൻ 3 ഡയമെൻഷൻ. 3 ഡയമെൻഷനിൽ നമ്മൾ റിസോൾവ് ചെയ്യുകയാണ്. അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ആർ ദി ആംഗിൾസ് ബിറ്റ്വീൻ എ ആൻഡ് ദി എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ്. നോക്കിക്കേ, നിങ്ങൾ പിക്ചർ നോക്കിക്കേ. ഇതാണ് എൻ്റെ വെക്റ്റർ എ. ഈ വെക്റ്റർ എ ആയിട്ട് എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത്? ആൽഫ എന്ന് പറയുന്നത്. വെക്റ്റർ എ ആയിട്ട് വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത്? ഈ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെക്റ്റർ എയുമായിട്ട് ഇതല്ലേ, വെക്റ്റർ എ ആയിട്ട് എൻ്റെ സെഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത്? ഗാമ എന്ന് പറയുന്നത്. സോറി, ഇത് ബീറ്റയാണ്. ഗാമ എന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ? ബീറ്റയാണ്. വെക്റ്റർ എയുമായിട്ട് വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ. എക്സ് ആക്സിസിൽ വെക്റ്റർ എയുമായിട്ട് എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. വെക്റ്റർ എയുമായിട്ട് സെഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഗാമ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പഠിക്കാൻ പറ്റുന്നവർക്ക് മാത്രം പഠിച്ചാൽ മതി. എൻട്രൻസിൽ അഥവാ ചോദിച്ച് നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. സോ എ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ കോസ് ആൽഫ വരും. ഇതെന്തായിരിക്കും? എ കോസ് ആൽഫ വരും. അതേപോലെ തന്നെ ഇതെന്തായിരിക്കും? എ വൈ അല്ലേ? എ വൈ എന്തായിരിക്കും? എ കോസ് ബീറ്റ ആയിരിക്കും. എ സെഡ് എന്തായിരിക്കും? എ കോസ് ഗാമ ആയിരിക്കും. മനസ്സിലായോ? ഇൻ ജനറൽ വി ഹാവ് എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കെ ക്യാപ്പിൻ്റെ ടേമും കൂടി കൂടിയിട്ടുണ്ടെന്ന് മാത്രം. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വരും? വെക്റ്റർ എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ഒന്നുമില്ല, നമ്മൾ പ്ലെയിനിൽ പഠിച്ച ആളുടെ ഇതിൽ സെഡിൻ്റെ കൂടി വരും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്കേലാർ ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ്. ഇതെന്താണ്? ജസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വർക്ക് എനർജി പവറിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് മനസ്സിലാക്കിയാണ് ഇതിൽ വരുന്ന ഇത്തരത്തിലെ ചോദ്യമൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റർ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ദ കൊസൈൻ ഓഫ് ദ സ്മോളർ കൊസൈൻ ഓഫ്. ഇതിനു മുമ്പ് ഞാൻ പറയട്ടെ, വെക്റ്റർ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതാണ്. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 3 ടൈപ്പ് ഉണ്ട്. എന്താണ്? 3 ടൈപ്പ് ഉണ്ട് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ. ഒന്നാമത്തേന്ന് പറയുന്നത് ഒരു വെക്റ്ററിന്
ഒരു റിയൽ നമ്പർ കൊണ്ട് എന്താണ്, റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു വെക്റ്ററിന് എന്താക്കുകയാണ്, റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഒരു വെക്റ്ററിന് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, എൻ്റെ കയ്യിലൊരു വെക്റ്റർ എ ഉണ്ടെങ്കിൽ ആ വെക്റ്റർ എനെ ഞാൻ എന്താണ്, ലാംഡ എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ കൊണ്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പുതിയ വെക്റ്റർ എന്തായിരിക്കും? യെസ്, ഈ വെക്റ്റർ എയുടെ ലാംഡ മടങ്ങായിരിക്കും. നമ്മൾ പഠിച്ചതല്ലേടാ? യെസ്, എന്താണ്, എൻ്റെ കയ്യിലൊരു വെക്റ്റർ എ ഉണ്ട്, അതിനെ ഞാനൊരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പുതിയ വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, എൻ്റെ വെക്റ്റർ എയുടെ ലാംഡ ടൈംസ് ആയിരിക്കും. അതാണ് നമ്മുടെ ഒന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, എനിക്ക് ആൻസർ കിട്ടുന്നത് ഒരു സ്കേലാർ ആണെങ്കിൽ, വെക്റ്ററും സ്കേലാറും എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വരരുത്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഭയങ്കര ഡീറ്റെയിൽസ് ആയിട്ട് എടുത്താണ്, കൂടാതെ എല്ലാ പാർട്ട് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. സോ വെക്റ്റർ എന്താണെന്നും സ്കേലാർ എന്താണെന്നും ഉള്ളതിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ വെക്റ്റർ ലോസും അനുസരിക്കുന്ന ആൾക്കാരാണ് വെക്റ്റേഴ്സ്. സ്കേലാർസ് ആരാണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആൾക്കാരാണ്. സോ രണ്ട് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ ആണെങ്കിൽ അത്തരം പ്രൊഡക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, എന്താണ്, സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റർ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ദ കൊസൈൻ. ഓക്കെ, നോക്കൂ, എൻ്റെ കയ്യിലൊരു രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഇപ്പം ഞാൻ എന്താണ്, ഇവ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എന്ത് കിട്ടും? എ ഡോട്ട്, എനിക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സ്കേലാറാണ്. സോ ഇവിടെ എന്ത് വന്നു? ഡോട്ട് വന്നു. സോ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എന്താണ്? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എ ബി കോസ് തീറ്റ, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഈ എയും ബിയും എന്ന് പറഞ്ഞ എന്താണ്? വെക്റ്റേഴ്സാണ്, മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡാണ്. ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും മിഡിലായിട്ട് കാണുന്ന ആംഗിളാണ്. വെക്റ്റർ എയും വെക്റ്റർ ബിയുടെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ആളാണ് ആര്? ഈ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത്. ദ സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ, കൊസൈൻ ഓഫ് ദ സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡോട്ട്. ഡോട്ട് വെച്ചിട്ടാണ് എന്ത് നമ്മൾ സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പേരൊന്ന് നോക്കാം. നമ്മൾ സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്, നമ്മളിവിടെ എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, ഡോട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വന്നു. രണ്ട് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഒരു സ്കേലാറാണ്, ഒരു സ്കേലാറാണ്. സോ അതുകൊണ്ട് എന്ത് സ്കേലാർ എന്ന് വന്നു. സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്. ഒന്നുമില്ല, രണ്ട് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൻസർ അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ, അതന്നെ സ്കേലാർ ആണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? എ ഡോട്ട് ബി എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് എന്തായിരിക്കും കിട്ടുക? റിസൾട്ടൻ്റ് എന്തായിരിക്കും കിട്ടുക? എ ബി കോസ് തീറ്റ ആയിരിക്കും. എയും ബിയും എൻ്റെ രണ്ട് വെക്റ്റേഴ്സാണ്. എൻ്റെ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്നും മനസ്സിലാക്കില്ല, ഈ ഇക്വേഷൻ മാത്രം പഠിക്കുക. എ ഡോട്ട് പി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എയും ബിയും എൻ്റെ രണ്ട് വെക്റ്റേഴ്സാണ്. തീറ്റ എന്ന് പറയുന്നത് ആ വെക്റ്റേഴ്സുകൾക്കിടയിലുള്ള ആംഗിളാണ്. ഓക്കെ, സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ടു പാരലൽ വെക്റ്റർ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്സ്. എന്താണ് അങ്ങനെ പറയുന്നത്? പാരലൽ ആണ് അല്ലേ, വെക്റ്റർ എയും വെക്റ്റർ ബിയും പാരലൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? വെക്റ്റർ എയും വെക്റ്റർ ബിയും പാരലൽ എന്ന് പറഞ്ഞാൽ അവയ്ക്കിടയിൽ ആംഗിൾ ഉണ്ടാവില്ല. സോ എൻ്റെ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. സോ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണെന്ന് നമുക്കറിയാം. സോ കോസ് തീറ്റ എന്താവും? കോസ് 0 ആവും. കോസ് 0 എന്താണ്? 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. കോസ് 0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ ഇതെന്തായിട്ട് മാറും? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. അതാണ് പറഞ്ഞത് എന്ത്? പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ്. നോക്കൂ, ഇവയുടെ പ്രൊഡക്റ്റ് അല്ലേ, മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ഡിഗ്രി. സോ എന്ത് കിട്ടും? എ ബി എന്ന് കിട്ടും. ഇഫ് ദ വെക്റ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ ദ ഡോട്ട് പ്രൊഡക്റ്റ് ഇസ് 0 ആയിരിക്കും. നോക്കൂ, വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞത്. വെക്റ്റേഴ്സ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് എൻ്റെ വെക്റ്റർ എ വെക്റ്റർ ബി പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ അവിടെ തന്നെ തീറ്റ എന്തായിരിക്കും?
90 ഡിഗ്രി ആയിരിക്കില്ലേ? പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അവയ്ക്കിടയിൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ കോസ് 90 എന്താണെടാ? കോസ് 90 എന്താണ്? യെസ്, കോസ് 90 0 ആണ് അല്ലേ? സോ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് 90 എന്ന് വരും. സോ കോസ് 90 എന്താണ്? 0 അല്ലേ? 0 ഇൻറ്റു എനി നമ്പർ എന്താണ്? അത് 0 ആയിപ്പോവും. സോ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. ദ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് 0. ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? 0 ആണ്. നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് എന്ത് ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അവയ്ക്കിടയിൽ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് 90 ഡിഗ്രി ആയിരിക്കും. കോസ് 90 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. സോ 0 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് 0 കിട്ടും. ഇത്രയേ ഉള്ളൂ. അതാണ് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. ഒന്ന് എന്താണ്? റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ടൻ്റ് എന്ത് കിട്ടും? ഒരു സ്കേലാർ കിട്ടും. ഇനി മൂന്നാമത്തെ, 2 വെക്ടേഴ്സ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടുക വെക്റ്റർ ആയിരിക്കും. അതാണ് മൂന്നാമത്തെ നമ്മുടെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്നു, ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഫ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു വർക്ക് അല്ലേ? ഈ ഡോട്ട് എന്താണെന്ന് ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? അന്ന് ക്ലിയർ ആകാത്തവർക്ക് ഇന്ന് എന്താ മനസ്സിലായോ? എഫ് ഡോട്ട് ഡി ഈ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഈ വർക്ക് എന്തായത്? സ്കേലാറായി മാറിയത്. ഓക്കെ, ഫോഴ്സ് എന്താണ്? ഒരു വെക്റ്ററാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒരു വെക്റ്ററാണ്. എന്നിട്ടും വർക്ക് സ്കേലാറായി മാറിയതിൻ്റെ കാരണം മനസ്സിലായോ? കാരണം എന്താണ്? ഇവയ്ക്കിടയിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്തായിരിക്കും? സ്കേലാർ ആയിരിക്കും. സോ അത് 2 വെക്റ്റർ ആയിക്കോട്ടെ, 2 സ്കേലാർസ് ആയിക്കോട്ടെ, എന്തായാലും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് സ്കേലാർ ആയിരിക്കും. അതുകൊണ്ടാണ് വർക്ക് സ്കേലാർ ആയത്. മനസ്സിലായോ ഇന്ന്? ഓക്കെ, ഇനി വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ്. 2 വെക്റ്റേഴ്സ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്തായിരിക്കും? വെക്റ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് വെക്റ്റർ എന്ന് പറയുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് ആണ് ചിഹ്നം ഇവിടെ ഉണ്ടാവുക. ഡോട്ടിന് പകരം ഇവിടെ എന്തായിരിക്കും? ക്രോസ് ആയിരിക്കും. സോ എന്ത് വന്നു? ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വരുന്നു. നോക്കൂ, ദറ്റ് വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റർ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ സൈൻ ഓഫ് ദി സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. സോ എന്താണ്? 2 വെക്റ്റേഴ്സ്, എൻ്റെ കയ്യിൽ വെക്റ്റർ എ വെക്റ്റർ ബി ഉണ്ട്. ഇവ എന്താണ്? തമ്മിൽ ക്രോസ് ചെയ്യാണ്. ക്രോസ് ആണിത്. തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ആംഗിൾ മാറിപ്പോവരുതേ. ഡോട്ട് ആവുന്ന സമയത്ത് അവിടെ കോസ് തീറ്റ ആയിരുന്നെങ്കിൽ ക്രോസ് ആവുന്ന സമയത്ത് ഇവിടെ എന്താണ് വരുന്നത്? സൈൻ തീറ്റയാണ്. മനസ്സിലായോ? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. വെക്റ്റർ അല്ലേടെ നമുക്ക് കിട്ടുന്ന ആൻസർ. സോ എന്തായിരിക്കും? ഡയറക്ഷൻ ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ. അതാണെന്ത് എൻ്റെ എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം. അതേപോലെ ഈ എ ബി എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആണ്. സൈൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ എന്താണ്? എൻ്റെ വെക്റ്റർ എയ്ക്കും വെക്റ്റർ ബിക്കും ഇടയിലുള്ള ആംഗിളാണ്. എൻ ക്യാപ്പ് എന്താണ്? ഡയറക്ഷനാണ്. ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്റ്റർ എൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് എൻ്റെ 2 വെക്റ്റേഴ്സ്. ഇതെൻ്റെ വെക്റ്റർ എ, ഇതെൻ്റെ വെക്റ്റർ ബി ആണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചോ. എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുക? പോയി എവിടെ ഓക്കെ, ഇതല്ലേ. നോക്കൂ, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? എൻ്റെ വെക്റ്റർ എയ്ക്ക് നേരെ ഞാൻ എന്താക്കണം? എൻ്റെ റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇതെൻ്റെ വെക്റ്റർ എ ആണ്, ഇതെൻ്റെ വെക്റ്റർ ബി. എന്താണ്? തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നത്. സോ ഞാൻ എന്താക്കണം? എൻ്റെ വെക്റ്റർ എയ്ക്ക് നേരെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണ്. എൻ്റെ റൈറ്റ് ഹാൻഡ് നേരെ വെക്റ്റർ എയ്ക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണ്. എന്നിട്ട് എൻ്റെ ബാക്കി ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഇത് വെക്റ്റർ ബിക്ക് നേരെ കേൾ ചെയ്യുന്നു. എന്താണ്? വെക്റ്റർ എയ്ക്ക് നേരെ എൻ്റെ ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് വെക്റ്റർ ബിയുടെ ബാക്കി 4 ഫിംഗേഴ്സ് ഉണ്ടല്ലോ, അത് വെക്റ്റർ ബിയുടെ നേരെ എന്താക്കുന്നു? കേൾ ചെയ്യുന്നു. സോ എൻ്റെ തമ്പ് എങ്ങോട്ടാണോ ഉള്ളത് അതായിരിക്കും എൻ്റെ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. നമ്മുടെ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. സോ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ 2 ആംഗിൾസ് ഉണ്ട്. എൻ്റെ 2 വെക്റ്റേഴ്സാണിത്. വെക്റ്റർ എ വെക്റ്റർ ബി. ഇവയ്ക്കിടയിലുള്ള ആംഗിളാണെന്ത്?
തീറ്റ എന്ന് പറയുന്നത് ഇത് തീറ്റ ആംഗിളാണ്. സോ എനിക്ക് എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതെൻ്റെ വെക്റ്റർ എയ്ക്ക് നേരെ ഞാൻ എന്താക്കണം, എൻ്റെ റൈറ്റ് ഹാൻഡ് എന്താക്കണം, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണ്. എന്നിട്ട് എൻ്റെ ബാക്കി ഫിംഗേഴ്സ് എന്താണ് വെക്റ്റർ ബിക്ക് നേരെ കേൾ ചെയ്യുന്നു. സോ എങ്ങോട്ടായിരുന്നു എൻ്റെ ഉള്ള തമ്പുള്ളത്? യെസ്, ഔട്ട്വേർഡ് അല്ലേ, പുറത്തേക്കാണുള്ളത്. സോ എന്താണ് തമ്പ് ഡയറക്ഷൻ കിട്ടിയില്ലേ? ഇനി നേരെ മറിച്ച് വെക്റ്റർ ബിയിൽ നിന്നും ഇതിപ്പോൾ ഞാൻ കണ്ടത് എ ക്രോസ് ബി ആണ്. ഓക്കെ, എ ക്രോസ് ബി ആണ് ഞാൻ കണ്ടത്. ഇനി എനിക്ക് ബി ക്രോസ് എ കാണണമെന്ന് വിചാരിച്ചു. ബി ക്രോസ് എയുടെ ഡയറക്ഷൻ കാണണം. അതായത് എ ക്രോസ് ബി എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങോട്ട് കേൾ ചെയ്തു. ഇനി ബി ക്രോസ് എ ആകുമ്പോൾ എങ്ങനെ കേൾ ചെയ്യും? നമ്മൾ ഇങ്ങനെയാണോ കേൾ ചെയ്യുക? അല്ല, ഒരിക്കലും വലിയ ആംഗിൾ വരുന്ന രീതിയിൽ കേൾ ചെയ്ത് സ്മോൾ ആംഗിൾ വരുന്ന രീതിയിലാണ് കേൾ ചെയ്യുക. ഓക്കെ, ഇനി എൻ്റെ ബി ക്രോസ് എ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താക്കണം, എൻ്റെ വെക്റ്റർ ബിക്ക് നേരെ എൻ്റെ ഹാൻഡ് എന്താക്കണം, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, വെക്റ്റർ ബിക്ക് നേരെ എൻ്റെ ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വെക്റ്റർ എയിലേക്ക് ബാക്കി ഫിംഗേഴ്സ് കേൾ ചെയ്യുക. സോ എങ്ങോട്ട് കിട്ടി? ഇൻവേർഡ് കിട്ടി അല്ലേ? എൻ്റെ ഡയറക്ഷൻ എന്താണ്? തമ്പിൻ്റെ ഡയറക്ഷൻ ഉള്ളിലേക്കല്ലേ? സോ വെക്റ്റർ ബിക്ക് നേരെ സ്ട്രെച്ച് ചെയ്യാം. അതിനുശേഷം വെക്റ്റർ എയിലേക്ക് കേൾ ചെയ്യാം. സോ എന്ത് കിട്ടി? തമ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? എൻ്റെ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. മനസ്സിലായോ? നമുക്കറിയാം കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണെന്ന് നമുക്കറിയാം. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണെന്ന് അറിയാലോ. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ? യെസ്, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ. ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എന്ത് വരും? വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ ബി ഇൻറ്റു വെക്റ്റർ എ. സ്കേലാസിൽ കമ്മ്യൂട്ടേറ്റീവ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പാലിക്കും. വെക്റ്റേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ലോ പാലിക്കും. എന്നാൽ സ്കേലാർ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ പാലിക്കും. എന്നാൽ വെക്റ്റേഴ്സ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യില്ല. വെക്റ്റർ എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു വെക്റ്റർ ബി ക്രോസ് എ ആണ്. കാരണം എന്താണ്? മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എന്താണ്? രണ്ടിനും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് എ ക്രോസ് ബി കണ്ടപ്പം ഔട്ട്വേർഡും ബി ക്രോസ് എ കണ്ടപ്പോൾ എന്തായിരുന്നു? ഇൻവേർഡ് വരുന്നു ഡയറക്ഷൻ. സോ എന്താണ്? എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്നായിരിക്കും വരിക. പകരം എന്ത് വരും? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ എന്ന് പറയുന്നത് ശരിയായിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറയുന്നുണ്ട് ഇതിൽ, ഇഫ് ദ ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ആർ കേൾഡ് ഫ്രം എ ടു ബി ത്രൂ സ്മോളർ ആംഗിൾ, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ ദം, ദെൻ തം വിൽ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ ക്രോസ് ബി. ഓക്കെ, ദ വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റർ ഈസ് ഓൾസോ എ വെക്റ്റർ. എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ്? ദ വെക്റ്റർ ഓർ സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റർ എന്തായിരിക്കും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് റിസൾട്ടൻ്റ് കിട്ടുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് ഈസ് ഓൾസോ എ വെക്റ്റർ. രണ്ട് വെക്റ്ററിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? വെക്റ്റർ തന്നെയാണ് കിട്ടുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് ടു പാരലൽ വെക്റ്റർ ഈസ് 0. രണ്ട് പാരലൽ വെക്റ്റേഴ്സിൻ്റെ എന്താണ് വെക്റ്റർ പ്രൊഡക്റ്റ് 0 ആണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നോക്കിയാലോ. എൻ്റെ രണ്ട് പാരലൽ വെക്റ്റർ എടുത്തു. ഇതെൻ്റെ വെക്റ്റർ എയും എൻ്റെ വെക്റ്റർ ബി ആണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എന്താടാ? 0 അല്ലേ? 0 ആണ്. സോ സൈൻ 0 എന്താണ് ഇവിടെ? 0 അല്ലേ? സോ എന്ത് കിട്ടും? ഓക്കെ, വെക്റ്റർ പാരലൽ അല്ലേ? എന്തായിരുന്നു? പാരലൽ ആയിരുന്നു. പാരലൽ. ഇതെൻ്റെ വെക്റ്റർ എ, ഇതെൻ്റെ വെക്റ്റർ ബി. സോ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എന്താണ്? 0 ആയിരിക്കും. സോ എനിക്കറിയാം എന്ത്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റയാണെന്ന് അല്ലേ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റയാണെന്നറിയാം. സൈൻ 0 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സൈൻ 0 ആണെന്ന് നമുക്കറിയാം. സോ എനിക്ക് എന്ത് കിട്ടും? ഇതെന്തായി? 0 ആയി മാറി. സോ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ദ വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് ടു പാരലൽ വെക്റ്റർ ഈസ് 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, എ ക്രോസ്, ഇത് ക്രോസ് ആണ്.
എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ 0 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0. മറ്റേ സ്കേലാർ ക്വാണ്ടിറ്റിയിലും നമ്മൾ എന്തായാലും പറഞ്ഞത് ഡോട്ട് പ്രൊഡക്റ്റിലും അവിടെ പാരലൽ വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്സ് ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് 0 ആണ്. കാരണം അവിടെ കോസ് തീറ്റയായിരുന്നു നമ്മൾ എടുക്കുന്നത്, ഇവിടെ എന്താണ് സൈൻ തീറ്റയാണ് എടുക്കുന്നത്. അതാണ് ഉണ്ടാകുന്ന ഡിഫറൻസ്. രണ്ടാമത്തത് വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് എനി വെക്റ്റർ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് 0 ക്രോസ്. ഞാൻ എന്താക്കുകയാണ്, ഞാൻ പറഞ്ഞു എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റയാണെന്ന്. ഞാൻ എന്താക്കുകയാണ്, വെക്റ്റർ എനെ അത് വെച്ച് തന്നെ ക്രോസ് ചെയ്യാണ്. അതായത് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ഈക്വൽ എന്ത് കിട്ടും, ബിക്ക് പകരം എ ആയി മാറും അല്ലേ. സോ എ സൈൻ തീറ്റ എന്ന് പറയും. എന്താണ് എ ക്രോസ് എ സ്ക്വയർ. ഇവിടെ എന്താണ് രണ്ടും എ, ഇതെൻ്റെ വെക്റ്ററിയാണ്, ഇതിനോട് തന്നെയാണ് ഈ വെക്റ്റർ എയോട് തന്നെയാണ് എന്ത് ഞാൻ ക്രോസ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നെ ആയിരിക്കും എൻ്റെ വെക്റ്റർ എയും വരിക. സോ ഇവയ്ക്കിടയിൽ ആംഗിൾ ഇല്ല, സോ 0 ആണ്. സോ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ എനിക്ക് എന്ത് കിട്ടും, 0 കിട്ടും. എ ക്രോസ് എ ഈസ് ഈക്വൽ ടു 0. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവ പരസ്പരം ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക, ആൻസർ 0 ആണ് കിട്ടുക. ഓക്കെ, കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0. ഇനി നേരെ മറിച്ച് ഐ ഡോട്ട് ഐ എന്തായിരിക്കും നമുക്ക് കിട്ടുക, എന്തായിരിക്കും 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഐ ഡോട്ട് ഐ എന്തായിരിക്കും 1 ആയിരിക്കും. ജെ ഡോട്ട് ജെ ക്യാപ്പ് കെ ഡോട്ട് കെ ഈക്വൽ ടു 1. ഓക്കെ, ഇനി പ്രൂവ് ചെയ്തായിരുന്നു ഇതെങ്ങനെയാണ് കിട്ടുന്നത്. ഒന്നുമില്ല, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണെന്ന് നമുക്കറിയാം. സോ ഞാനിവിടെ ചെയ്യുന്നത് ഐ ഡോട്ട് ഐ ആണ് അല്ലേ. ഐ ഡോട്ട് ഐ ഈക്വൽ ടു ഐ കോസ് തീറ്റ ആയിരിക്കും. കോസ് തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ 1 അല്ലേ, കോസ് തീറ്റ 1 ആയിരിക്കും 1. സോ ഐ സ്ക്വയർ. സോ ഐ എന്ന് വെച്ചാലേ ഇതെന്താണ് നമ്മുടെ യൂണിറ്റ് വെക്ടറാണ്. സോ ഐ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ ഐ ഡോട്ട് ഐ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. മനസ്സിലായോടാ? സോ ഇത്രയാണ് സ്കേലാർസും വെക്ടേഴ്സും പഠിക്കാനുള്ള. ജസ്റ്റ് എന്താണ് ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുക, അതേ പറയാനുള്ളൂ. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് വെക്ടറാണ്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ സി ആൻഡ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. എന്താണ്? ഇഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു വെക്ടർ സി ആൻഡും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ദെൻ പ്രൂവ് ദാറ്റ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ വെക്ടറിലും എന്തായിരിക്കും 90 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ, ആംഗിളും 90 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ 90 അല്ലേ. സൈൻ 90 എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ 90 1 അല്ലേ. സോ എന്ത് കിട്ടും എനിക്ക്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ് കിട്ടും. മനസ്സിലായോ? സോ ഇനി ഇത് പറഞ്ഞേ എന്താണ്? വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് കാണിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നു എന്ത്? പെർപെൻഡിക്കുലർ ടു കാണിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടാൽ മതി? അതിൻ്റെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിരുന്നു സ്കേലാർ പ്രൊഡക്റ്റിൽ, ഓർക്കുന്നുണ്ടോ? എന്താണ്? പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. സോ അതിൻ്റെ അവയ്ക്കിടയിലുള്ള വെക്ടർ എൻ്റെയും വെക്ടർ ബിക്കിടയിലുള്ള ആംഗിൾ എന്താണ്? തീറ്റ ഡിഗ്രി ആണെന്ന് കണ്ടെത്തിയാൽ മതി. സോ എന്താണ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു വെക്ടർ സി. ഇപ്പം ഞാനൊന്ന് ക്രോസ് ചെയ്യാണ്, സ്ക്വയർ ചെയ്യാണ്, ക്രോസ് എന്നായി പോകുന്നു, സ്ക്വയർ ചെയ്യാണ്. സോ എനിക്ക് എന്ത് കിട്ടും? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വെക്ടർ സി സ്ക്വയർ കിട്ടുമല്ലോ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ? യെസ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടും. എനിക്ക് എന്തറിയാം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണെന്ന്.
ഈ രണ്ട് മഹാന്മാരെന്താണെന്ന് തന്നിട്ടുണ്ട്? സി സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് എനിക്ക്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്വൾ ടു സി സ്ക്വയർ ആണെന്ന് ഓൾറെഡി തന്ന ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ 2ab 0 ആയിരിക്കില്ലേ? അതായത് ഞാൻ പറയാണ് 3 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യണം. എന്താണ്? അത് 2ഉം 3ഉം ഉണ്ടായിരിക്കണം. ആൻസർ എന്ത് കിട്ടണം? 5ഉം കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? 2 + 3 + സം വാല്യൂ ഇസ് ഈക്വൽ ടു ആണ് 5 ചെയ്യേണ്ടത്. 2 + 3 ഓൾറെഡി 5 ആയി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ചേർക്കാൻ വേണ്ടി നമ്മൾ 0 ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? കാരണം 2 + 3 + 0 ഇസ് ഈക്വൽ ടു എന്തായി? 5 ആയി മാറട്ടെ. ഇതുപോലെയാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ് ഈക്വൽ ടു സി സ്ക്വയർ. സോ ഇത് ഓൾറെഡി എന്തായി? സി സ്ക്വയർ ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇത് 0 അല്ലാത്ത വേറെ ഏതെങ്കിലും സംഖ്യ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. വേറെ ഏത് സംഖ്യ ആണെങ്കിലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒരിക്കലും സി സ്ക്വയർ കിട്ടില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഇവിടെയുള്ള സം സംഖ്യ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കിട്ടുള്ളൂ. ഇത് 0 ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ നമുക്ക്? ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കിട്ടുള്ളൂ. സോ എനിക്ക് എന്ത് എഴുതാം? 2ab, ഇവിടുത്തെ 2ab ഇസ് ഈക്വൽ ടു 0 ആണെന്ന് എനിക്ക് കിട്ടി. എനിക്ക് എന്തറിയാം? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 2ab കോസ് തീറ്റ ആണെന്നറിയാം അല്ലേ? 2ab ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 2ab അല്ല, ab കോസ് തീറ്റ. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ab കോസ് തീറ്റ ആണെന്നറിയാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, 2a ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? ab കോസ് തീറ്റ അല്ലേ? എ ഡോട്ട് ബി എന്ന് പറയുന്നത് ab കോസ് തീറ്റ ആണ്. സോ ഇത് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2ab കോസ് തീറ്റ. സാറിന് ഈ 2 ആണ് ഇത്. എ ഡോട്ട് ബിൻ്റെ എക്സ്പാൻഷൻ ab കോസ് തീറ്റ ചെയ്തു. സോ 2ab കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 കിട്ടി. 2നെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. 2നെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? യെസ്, ab കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0/2. 0/2 എന്താണ്? യെസ്, 0 തന്നെ അല്ലേ? സോ ab കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഈ ടേം 0 ആയി മാറണമെങ്കിൽ എൻ്റെ തീറ്റ എന്തായിരിക്കണം? ab കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ടേം ab കോസ് തീറ്റ എന്ന് പറയുന്ന ടേം 0 ആയി മാറണമെങ്കിൽ എൻ്റെ തീറ്റ എന്തായിരിക്കണം? നമുക്കറിയാം കോസ് 90 ആണെന്ത്? 0 ആണെന്ന് അല്ലേ? കോസ് 90 ആണെന്ത്? 0 എന്ന് നമുക്കറിയാം. സോ എൻ്റെ തീറ്റ എന്തായിരിക്കും ഇവിടെ? 90 ഡിഗ്രി ആയിരിക്കും. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി നമ്മൾ പ്രൂവ് ചെയ്തു. സോ എനിക്ക് എന്ത് പറയാം? യെസ്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു. സോ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ പെർപെൻഡിക്കുലർ. കാരണം ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ അവ എന്തായിരിക്കും? പെർപെൻഡിക്കുലറിലായിരിക്കും. സോ നമ്മൾ പ്രൂവ് ചെയ്ത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? വെക്റ്റർ എക്കും വെക്റ്റർ ബിക്കും പെർപെൻഡിക്കുലർ ആണെന്നാണ് കാണേണ്ടത്. തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ സി ആണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഞാൻ എന്താക്കി? ആദ്യം തന്ന കാര്യങ്ങൾ എഴുതി. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ സി. ഇനി ഞാൻ എന്താക്കി? സ്ക്വയർ ചെയ്തു. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടി. എനിക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണെന്ന്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആവണമെങ്കിൽ അവിടെ അഡീഷണൽ ആയിട്ട് നിൽക്കുന്ന 2ab എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, 2ab 0 ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കിട്ടുള്ളൂ. സോ 2ab ഇസ് ഈക്വൽ ടു 0 ആണെന്ന് സത്യം ഞാൻ മനസ്സിലാക്കി. ഈ 2നെ എനിക്ക് വേണേൽ ഇവിടുന്ന് ഓൾറെഡി എടുക്കാം. 2നെ ഈ 2a ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എനിക്ക് 2നെ എടുത്താൽ ബാക്കി a ഡോട്ട് ബി ഉണ്ടാവുള്ളൂ. സോ a ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ab കോസ് തീറ്റ ആണെന്ന് എനിക്കറിയാം.
സോ എ ബി കോസ് തീറ്റ ഇസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. എ ബി കോസ് തീറ്റ ഇസ് ഈക്വൾ ടു 0 ആവണമെങ്കിൽ എൻ്റെ തീറ്റ മസ്റ്റ് ബി 90 ഡിഗ്രി ആയിക്കണ്ടേ. തീറ്റ 90 ഡിഗ്രി ആയാൽ മാത്രമാണ് എന്താവുള്ളൂ, കോസ് തീറ്റ 0 ആവുള്ളൂ. സോ എ ബി ഇൻറ്റു ആ കോസ് 90 ആയിരിക്കും എന്ത് 0 എന്ന് പറയുന്നത്. സോ 90 ഈസ് ഈക്വൾ ടു തീറ്റ ഈസ് ഈക്വൾ ടു 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. 90 ഡിഗ്രി ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ആ വെക്ടർ എയും വെക്ടർ ബിയും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് എന്താണ്, സ്റ്റേറ്റ് വിത്ത് റീസൺസ് whether the following algebraic operations with scalar and vector physical quantities are meaningful. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് മീനിങ് ഫുൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം എ എന്താണ്, adding any two scalars. ഏത് രണ്ട് സ്കേലാസും ആഡ് ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി, ഏത് രണ്ട് സ്കേലാസും ആഡ് ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. അത് പോസിബിൾ ആണോ നോക്കുകയാണ്. ഞാൻ എന്താക്കി, ഒരു ലെങ്ത്ത് പ്ലസ് മാസ് ആഡ് ചെയ്യാണ്. ലെങ്ത്തും മാസും ആഡ് ചെയ്യാണ്. എൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്ററും മാസ് 10 കിലോഗ്രാം ആയിരിക്കട്ടെ. ഇതെനിക്ക് ആഡ് ചെയ്തിട്ടൊരു റിസൾട്ടൻ്റ് കിട്ടുമോ? ഇത് രണ്ടും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇവ രണ്ടും ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണല്ലേ. ഇവ രണ്ടും സ്കേലാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ ഇനി രണ്ട് സ്കേലാസ് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. തെറ്റാണിത്, ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന് പകരമായിട്ട് എനിക്ക് adding two scalars, same scalars, adding same scalars ആണ് പറഞ്ഞതെങ്കിൽ, സെയിം സ്കേലാസ് ആണ് പറഞ്ഞതെങ്കിൽ എന്താണ് ശരിയായത്? കാരണം ലെങ്ത്ത് 1 പ്ലസ് ലെങ്ത്ത് 2, അതായത് 10 മീറ്റർ പ്ലസ് 20 മീറ്റർ എനിക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് എനി ടു സ്കേലാസിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പകരം സെയിം ഡയമെൻഷൻസ് ഉള്ള സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ നമുക്ക് എന്താക്കാം, ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? രണ്ടാമത്തെ എന്താണ്, ആഡിങ് എ സ്കേലാർ ടു എ വെക്റ്റർ ഓഫ് ദ സെയിം ഡയമെൻഷൻ. സ്കേലാറിനെ വെക്റ്ററുമായിട്ട് ആഡ് ചെയ്യാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു സ്കേലാർ പ്ലസ് വെക്റ്ററാണ് പറഞ്ഞത്. എന്താണ് ഒരു സ്കേലാർ ആലോചിക്കും നിങ്ങൾ, മാസ് ആയിക്കോട്ടെ, മാസ് പ്ലസ് എൻ്റെ ഒരു വെലോസിറ്റി, വെക്റ്റർ അല്ലേ വെലോസിറ്റി, മാസ് പ്ലസ് വി, മൊമെൻ്റ് ആണെന്നറിയാമോ? പി ഇസ് ഈക്വൽ ടു എം വി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാസ് ഇൻറ്റു വെലോസിറ്റി. പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ഇവിടെ. പക്ഷേ ഞാനാണ് പൊട്ടത്തില്ലേ, എന്താണ് മാസ് പ്ലസ് വെലോസിറ്റി ആണ്, ആഡ് ചെയ്യാനാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആയിരുന്നെങ്കിൽ നമുക്ക് പോസിബിൾ ആയിരുന്നു, കാരണം മൊമെൻറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, മാസ് പ്ലസ് വെലോസിറ്റി ആണ്. സോ മാസ് പ്ലസ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നമ്മൾ കേട്ടിട്ടില്ല. ഇതിന് പകരം ടൈം പ്ലസ് ഫോഴ്സ്, ഇതും നമ്മൾ കേട്ടിട്ടില്ല. സോ എന്താണ്, ഇതെന്താണ്, മീനിങ്ലെസ് ആണ്, മീനിങ്ലെസ്. സോ ഒരു എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും സെയിം ഡയമെൻഷൻ ആയിക്കോട്ടെ, നമുക്ക് എന്താക്കാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, മൾട്ടിപ്ലൈയിങ് എനി വെക്റ്റേഴ്സ് ബൈ എനി സ്കേലാസ്. സി എന്ന് പറയുന്നത് എന്താണ്, സ്കേലാസിന് ഇൻറ്റു വെക്റ്ററാണ്. അത് നമുക്ക് പോസിബിൾ ആണ്, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു. എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റം കിട്ടും. മാസ് എന്താണ്, ഒരു സ്കേലാറാണ്. വി എന്താണ്, ഒരു വെക്റ്ററാണ്. വെലോസിറ്റി ഒരു വെക്റ്ററാണ്. സോ നമുക്ക് എന്ത് കിട്ടും, ആൻസർ ഒരു വെക്റ്റർ കിട്ടും. നമ്മളത് കണ്ടതാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൊമെൻറ്റം. ഇനി വേറെ എക്സാമ്പിൾ ഉണ്ടെന്ത്, ഫോഴ്സ് ഇൻറ്റു ടൈം, ഇമ്പൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്താണ്, ഒരു ഇമ്പൾസ് ആണ്. ഫോഴ്സ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ടൈം ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് കിട്ടുന്ന ഇമ്പൾസ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ ഒരു വെക്റ്ററും ഒരു സ്കേലാറും തമ്മിൽ നമുക്ക് എന്താക്കാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോറി, ഇതല്ലേ സി അല്ലേ പറഞ്ഞത്, മൾട്ടിപ്ലൈയിങ് എനി വെക്റ്റർ ബൈ എനി സ്കേലാസ്. നാലാമത്തത് മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാസ്. നാലാമത്തത് എന്താണ്, രണ്ട് സ്കേലാസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാസ്, രണ്ട് സ്കേലാസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ആലോചിക്കൂ, നമുക്കറിയാം എന്ത്,
ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. സോ ഡെൻസിറ്റി എന്താണ്? ഒരു സ്കേലാറാണ്. മാസ് ഒരു സ്കേലാറാണ്. വോളിയം ഒരു സ്കേലാറാണ്. വോളിയം ഒരു സ്കേലാറാണ്. സോ ഇതിന് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കിട്ടില്ലേ? ഈക്വൽ ടു മാസ് എന്ന് കിട്ടും. സോ രണ്ട് സ്കേലാർസ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു സ്കേലാർ ആയിട്ടുള്ള മാസ് കിട്ടുന്നുണ്ട്. സോ രണ്ട് സ്കേലാർസിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യൽ എന്താണ്? പോസിബിളാണ്. ഓക്കെ, എന്താണ്? രണ്ട് സ്കേലാർസ് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യണം. സോ രണ്ട് സ്കേലാർസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പം എനിക്ക് എന്ത് കിട്ടും? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വോളിയവും ഒരു ഡെൻസിറ്റിയും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. സോ രണ്ട് സ്കേലാർസിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോസിബിളാണ്. നാലാമത്തെ ഈ എന്താണ്? ആഡിങ് എനി ടു വെക്റ്റേഴ്സ്. ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാം. ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് പോസിബിളാണ്. എന്താണ്? രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാണ്. രണ്ട് വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഓക്കെ, വെലോസിറ്റി പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ട് വെക്റ്റേഴ്സാണിത്. രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തേ റിസൾട്ടൻ്റ് കിട്ടുമോ? പറഞ്ഞേ. ഇല്ല, ഒരു റിസൾട്ടൊന്നും കിട്ടില്ല. സോ നോട്ട് പോസിബിളാണ് ഇവ. ഓക്കെ, എന്താണ്? നോട്ട് പോസിബിളാണ്. ഇനി അഞ്ചാമത്തെ ആഡിങ് എ കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ ടു ദ സെയിം വെക്റ്റർ. ആഡിങ് എ കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ ടു ദ സെയിം വെക്റ്റർ എന്താണ്? എൻ്റെ കയ്യിലൊരു ഫോഴ്സ് എഫ് ഉണ്ടെന്ന് വിചാരിച്ചോ. എൻ്റെ കയ്യിലൊരു ഫോഴ്സ് എഫ് ഉണ്ട്. ഈ ഫോഴ്സ് എഫിൻ്റെ കമ്പോണൻസ് ആണെന്ത്? F1, F2 അങ്ങനെ പോകുന്ന ആൾക്കാർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ എഫിനെയും F2നെയും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ എന്താണ്? ഈ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ആഡിങ് എ കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ ടു ദ സെയിം വെക്റ്റർ. ഈ സെയിം വെക്റ്ററിനോട് എനിക്ക് എന്താക്കാം? എൻ്റെ കമ്പോണൻറ്റ് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. F+F1 ആഡ് ചെയ്യാൻ പറ്റും. സോ ഈ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. മനസ്സിലായോ? എന്തൊക്കെയാണ് പറയുന്നത്? ആഡിങ് എനി ടു സ്കേലാർസ്. ഏതെങ്കിലും രണ്ട് സ്കേലാർസ് നമുക്ക് എന്താക്കാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. സെയിം ഡയമെൻഷനും ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ സ്കേലാർസിൽ. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ആഡിങ് എ സ്കേലാർ ടു എ വെക്റ്റർ ഓഫ് ദി സെയിം ഡയമെൻഷൻ. ആഡിങ് എ സ്കേലാർ പ്ലസ് വെക്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറ്റില്ല. കാരണം മാസ് പ്ലസ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി. മാസ് പ്ലസ് വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടും വോളിയം തന്നെ അല്ല, വെലോസിറ്റി. മാസ് എന്താണ്? ഒരു സ്കേലാറാണ്. വെലോസിറ്റി ഒരു വെക്റ്ററാണ്. സോ മാസ് പ്ലസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യമില്ല. സോ നോട്ട് പോസിബിൾ ആണ്, മീനിങ് ലെസ് ആണ്. സി എന്താണ്? മൾട്ടിപ്ലൈയിങ് എനി വെക്റ്റർ ബൈ എനി സ്കേലാർ. ഏതെങ്കിലും വെക്റ്ററിനെ ഏതെങ്കിലും സ്കേലാർസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ സ്കേലാർ ഇൻറ്റു വെക്റ്റർ. നമുക്കറിയാം മാസ് ഒരു സ്കേലാറാണ്, വെലോസിറ്റി ഒരു വെക്റ്ററാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് മൊമെൻറ്റം കിട്ടുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഒരു വെക്റ്ററാണ്, ടൈം ഒരു സ്കേലാറാണ്. സോ ഇവർ തമ്മിൽ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇമ്പൾസ് കിട്ടുമെന്ന് പറയാം. സോ എന്താണ്? ഒരു സ്കേലാറിന് നമുക്ക് വെക്റ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവ എന്താണ്? മീനിങ് ഫുള്ളാണ്. ഡി മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാർ. മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാർസ്. ഏതെങ്കിലും രണ്ട് സ്കേലാർസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാർസ്. നോക്കിക്കോ, രണ്ട് സ്കേലാർസ്, ഏതെങ്കിലും രണ്ട് സ്കേലാർസ്. നമുക്കറിയാം വോളിയവും ഡെൻസിറ്റിയും രണ്ട് സ്കേലാർസാണ്. സോ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? മാസ് കിട്ടും എന്നറിയാം. സോ അതും എന്താണ്? പോസിബിളാണ്. ഈ ആഡിങ് എനി ടു വെക്റ്റേഴ്സ്. ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യണം. ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരു റിസൾട്ടനും കിട്ടില്ല. സോ നോട്ട് പോസിബിൾ അല്ലെങ്കിൽ മീനിങ് ലെസ് ആണെന്ന് പറയാം. ഇനി അഞ്ചാമത്തെ ആഡിങ് എ കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ ടു ദ സെയിം വെക്റ്റർ. എന്താണ്? ആഡിങ് എ കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ ടു ദ സെയിം വെക്റ്റർ. സെയിം വെക്റ്ററിനോട് അവയുടെ കമ്പോണൻസ് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ പറ്റും. കാരണം എൻ്റെ കയ്യിൽ ഒരു എഫ് ഉണ്ടെങ്കിൽ അവയുടെ കമ്പോണൻ്റ് ആയിട്ടുള്ള F1 ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മീനിങ് ഫുള്ളാണ്. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കമോൺ. ഇതാണ്. റീഡ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ കെയർഫുള്ളി ആൻഡ് സ്റ്റേറ്റ് വിത്ത് റീസൺസ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് പറയേണ്ടത്. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് ഓൾവേസ് എ സ്കേലാർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് ഓൾവേസ് എ സ്കേലാർ. നിങ്ങൾ പറഞ്ഞേ മക്കളെ, എന്തായിരിക്കും? പറഞ്ഞേ. എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് ഓൾവേസ് സ്കേലാർ. ഞാനൊരു എക്സാമ്പിൾ പറയാം.
എൻ്റെ വെലോസിറ്റി 10 km/h ഈസ്റ്റ് ആണെന്ന് പറഞ്ഞു. എൻ്റെ വെലോസിറ്റിയാണ്, കാരണം എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷനുണ്ട്. ഈ ഡയറക്ഷൻ മാറ്റിയാൽ കിട്ടുന്ന ഈ മാഗ്നിറ്റ്യൂഡ് എൻ്റെ സ്പീഡല്ലേടാ, എൻ്റെ സ്പീഡല്ലേ. സോ എനിക്ക് എന്ത് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് ഓൾവേസ് എ സ്കെയിലാർ. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണെന്ത്, 10 km/h എന്ന് പറയുന്നത്. ഈ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഓൾവേസ് എ സ്കെയിലാർ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞ സ്കെയിലാർ ആണ്. മനസ്സിലായോ അത്? സോ ഇതെന്താണ്, ട്രൂ ആണെന്ന് പറയാം. എ എന്താണ്, ട്രൂ ആണ്. ഇനി ബി, ഈച്ച് കമ്പോണൻറ്റ്. ബി എന്താണ്, each component of a vector is always a scalar. Each component of a vector is always a scalar എന്നാണ് പറഞ്ഞത്. എന്താണ് ബി? എൻ്റെ അടുത്ത് എന്താണ്, ഒരു എഫ് ഉണ്ട്. ഈ എഫിനെ ഞാൻ കമ്പോണൻസ് ആക്കുകയാണ്. എഫിനെ കമ്പോണൻസ് ആക്കി എഫ് എക്സും എഫ് ഐയും കിട്ടി. ഈ എഫ് എക്സും എഫ് ഐയും എന്താണ്, സ്കേലാസ് ആണോ? അതും മാഗ്നിറ്റ്യൂഡ് അല്ല പറഞ്ഞത്. ഈച്ച് കമ്പോണൻറ്റ് ഓഫ് എ വെക്ടർ ഈസ് ഓൾവേസ് എ സ്കേലാസ് ആണ്. മാഗ്നിറ്റ്യൂഡാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് എന്താണ്, ട്രൂ ആണെന്ന് പറയാനും. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കമ്പോണൻറ്റ് ഓഫ് എ വെക്ടർ ഈസ് എ സ്കേലാർ എന്നാണ്. അതെന്താണ്, തെറ്റല്ലേടാ. ഇവിടെ നോക്കിയേ, ഈ എഫിനെ ഞാൻ എന്താക്കുകയാണ്, എൻ്റെ എഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോഴ്സ് വെക്ടറാണ്. സോ ഈ ഫോഴ്സിനെ ഞാൻ കമ്പോണൻസ് ആക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് എഫ് എക്സ് ഐ ക്യാപ്പും എഫ് വൈ ജെ ക്യാപ്പും ആണ്. സോ ഐയും ജെയും ഇവിടെ വരുന്നുണ്ട്. സോ ഡയറക്ഷൻസ് ഉണ്ട് അതിന്. സോ ഇതെന്തായിരിക്കും, വെക്റ്റർ ആയിരിക്കും. ഓക്കെ, ഈച്ച് കമ്പോണൻറ്റ് ഓഫ് എ വെക്ടർ ഈസ് എന്തായിരിക്കും, വെക്റ്റർ തന്നെ ആയിരിക്കും. സോ എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, എന്താണ്, ഫോൾസ് ആണ്. മൂന്നാമത്തത് എന്താണ്, the total path length is always equal to the magnitude of the displacement of a vector of a particle. എന്താ പറഞ്ഞത്, സി എന്താ പറഞ്ഞിരിക്കുന്നത്, പാത്ത് ലെങ്ത്, ടോട്ടൽ പാത്ത് ലെങ്ത് വെച്ചാൽ എന്തായിരുന്നു, യെസ് പോട്ടെ, മോഷൻ്റെ സ്ട്രേറ്റ് ലൈനിലേക്ക് പോട്ടെ, യെസ് ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ, ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. പറഞ്ഞേ, ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ അവിടെ? നമ്മൾ സ്ട്രെയിറ്റ് റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഞാനിപ്പോൾ ഒരു സർക്കുലാർ മോഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. സോ എന്താണ്, നമ്മുടെ ആ പ്രസ്താവന തെറ്റല്ലേ? തെറ്റാണ്. സോ എന്താണ്, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഡിസ്റ്റൻസ് എന്താണ്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ നമ്മുടെ ഈ പ്രസ്താവന എന്താണ്, ഫോൾസ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സോ ട്രൂ ആയിട്ടുള്ളതിന് ഞാൻ പച്ച കൊടുക്കാം, ട്രൂ ടി. മറ്റേതിന് മഞ്ഞ കൊടുക്കാം. ഇതെന്തായിരുന്നു, ഫോൾസ്. ഇതും ഇപ്പം എന്തായി, ഫോൾസ് ആയി, എഫ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ദ ആവറേജ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ ഡിഫൈൻഡ് ആസ് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ടു കവർ ദി പാത്ത് is either greater or equal to the magnitude of average velocity of the particle over the same interval of the time. എന്താണ് എത്രാമത്, ഡി അല്ലേ. ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഏവറേജ് സ്പീഡ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? പറഞ്ഞേ, ശരിയാണോ? സ്പീഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, സ്പീഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. വെലോസിറ്റി എന്ന് വെച്ചാലോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് എന്താണ്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ആയിരിക്കില്ലേ. ആലോചിക്കടാ, എൻ്റെ കയ്യിൽ എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 10 ആണെന്ന് വിചാരിച്ചോ, 10 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്
എന്തായിരിക്കും, ഡിസ്റ്റൻസിനേക്കാട്ടും ഈക്വൽ ഓർ കുറവായിരിക്കും. സോ ഒരു 5 മീറ്റർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ എൻ്റെ സ്പീഡ് എന്തായിരിക്കും, രണ്ടും ടൈം ഇൻ്റർവൽ T2-ലാണ്, 2 സെക്കൻഡിലാണ്. സോ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ആയിട്ടുള്ള 10 ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും എനിക്ക്. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 5 ആണ്. 5/2 = 2.5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേടാ കിട്ടുന്നത്. സോ നോക്കൂ, ഇവിടെ സ്പീഡാണ് കൂടുതലുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സോ സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി തന്നെ ആയിരിക്കും. സോ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ട്രൂ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം. സോ ഇത് ട്രൂ ആണ്. ട്രൂ സെറ്റല്ലേടാ. സോ ഇത് ട്രൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, 3 vectors not lying in a plane can never add up to get a null vector. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 3 വെക്റ്റേഴ്സ്, എൻ്റെ കയ്യിലൊരു 3 വെക്റ്റേഴ്സ് ഉണ്ട്. ഇവനെ എനിക്ക് ആഡ് ചെയ്യണം. എനിക്കറിയാം 3 വെക്റ്റേഴ്സ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത, ഇതെന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ, ചരിഞ്ഞ് നിൽക്കുന്ന വെക്റ്റേഴ്സാണ്. ചരിഞ്ഞ് നിൽക്കുന്ന വെക്റ്റേഴ്സ് ആണെങ്കിൽ അവ ആഡ് ചെയ്യാൻ നമ്മൾ 2 ലോസ് പഠിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും പാരലലോഗ്രാം ഓഫ് വെക്റ്റർ അഡിഷനും. ഇവിടെ എന്താണ്, എൻ്റെ കയ്യിൽ 3 വെക്റ്റേഴ്സ് ആണുള്ളത്. സോ ഡെഫിനറ്റായിട്ടും ഇവിടെ എന്തായിരിക്കും, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആണല്ലോ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ആയിരിക്കില്ലേ യൂസ് ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നൾ വെക്റ്റർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നമുക്ക് യൂസ് ആവണമെങ്കിൽ ഇതൊരു പ്ലെയിനിലായിരിക്കണ്ടേ. ഇതൊരു പ്ലെയിനിലായാൽ മാത്രമല്ലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഇത് സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ സ്പേസിലോ അറ്റാനായിരുന്നെങ്കിൽ എനിക്കെന്താണ്, ഈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ചെയ്യാൻ കഴിയില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്ത്, 3 vectors നോട്ട് ലൈയിങ് ഇൻ എ പ്ലെയിനിലല്ല ലൈ ചെയ്യുന്നതെങ്കിൽ ക്യാൻ നെവർ ആഡ് അപ്പ്, അവ തമ്മിൽ എന്താണ്, ആഡ് ചെയ്യാൻ പറ്റില്ല, ടു ഗിവ് എ നൾ വെക്റ്റർ. എന്താണ് നൾ വെക്റ്റർ, അത് ഏത് വെക്റ്റർ ആയിക്കോട്ടെ. ഇതിൻ്റെ ആൻസർ ഇപ്പം നള്ളാണെന്ന് വിചാരിച്ചോ. എങ്ങനെയാണെങ്കിലും 3 വെക്റ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അതൊരു പ്ലെയിനിലായിരിക്കണം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, കറക്റ്റാണ്. പ്ലെയിനിലാണെങ്കിലാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക, ട്രൂ ആണിത്. പക്ഷേ ഇവിടെ പ്ലെയിനിലല്ലെങ്കിൽ ആഡ് ചെയ്യാനും പറ്റില്ല. സോ അതിവിടെ പറഞ്ഞിട്ടുണ്ട്, 3 vectors നോട്ട് ലൈയിങ് ഇൻ എ പ്ലെയിൻ ക്യാൻ നെവർ ആഡ് അപ്പ്. സോ ട്രൂ അല്ലേ? മനസ്സിലാവും. എന്താണ്, ഒന്നും കൂടി നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് ഓൾവേസ് എ സ്കേലാർ എന്നാണ് പറഞ്ഞത്. അതെന്താണ്, ട്രൂ ആണ്. കാരണം നമുക്കറിയാം വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എടുത്ത് മാറ്റിയാലുള്ള മാഗ്നിറ്റ്യൂഡ് സ്പീഡായിരിക്കും. ഇനി രണ്ടാമത്തെ പറഞ്ഞത് എന്താണ്, ഈച്ച് കമ്പണൻറ്റ് ഓഫ് എ വെക്റ്റർ ഈസ് ഓൾവേസ് എ സ്കേലാർ. ഈച്ച് കമ്പണൻറ്റ് ഓഫ് എ വെക്റ്റർ, ഞാൻ എൻ്റെ ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തു. Fx i ക്യാപ്പും Fy j ക്യാപ്പും ആണ് എനിക്ക് അവിടെ കിട്ടുന്നത് അല്ലേ. സോ അതെന്താണ്, വെക്റ്റേഴ്സ് തന്നെയാണ്. സോ വെക്റ്ററിനെ കമ്പോണൻ്റ് ആക്കിയാൽ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും, വെക്റ്റർ തന്നെ ആയിരിക്കും. ടോട്ടൽ പാത്ത് ലെങ്ത് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ. എന്താണ്, ടോട്ടൽ പാത്ത് ലെങ്ത് ഓൾവേസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ടോട്ടൽ പാത്ത് ലെങ്ത് വെച്ചാൽ ഡിസ്റ്റൻസ് ആണെന്നറിയാം. സോ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമ്പോൾ മാത്രമാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുള്ളൂ. ഇനി സർക്കുലാർ മോഷനിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഷനിലാണെങ്കിൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് എങ്ങനെ പറയാം, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയാം. ഇനി the average speed of a particle is either greater or equal to the magnitude of the average velocity of the particle over the same interval of time. എന്താണ്, ഏവറേജ് സ്പീഡ് ഏവറേജ് വെലോസിറ്റിനേക്കാളും കൂടുതലാണെന്നാണ് പറഞ്ഞത്. പാർട്ടിക്കിൾ സെയിം ഇൻ്റർവൽ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, അതായത് ഏവറേജ് സ്പീഡ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമും വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സോ ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയുന്നത് സ്പീഡും ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡായിരിക്കും എന്ത്, വെലോസിറ്റിനെയും കാട്ടും കൂടുതലാവുക. ഇനി എന്താണ് അടുത്തത്, 3 vector നോട്ട് ലൈയിങ് ഇൻ എ പ്ലെയിൻ ക്യാൻ നെവർ ആഡ് അപ്പ് ടു ഗീവ് എ നൾ വെക്റ്റർ. ഒരു നൾ വെക്റ്റർ കിട്ടണമെങ്കിൽ നമുക്ക് എന്താക്കണം,
3 സൈഡ്സുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ആ 3 സൈഡ്സിലുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്കൊരു പ്ലെയിൻ ആവശ്യമാണ്. പ്ലെയിൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് വെക്ടേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതെന്താണ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്താണ് യെസ്, റെയിൻ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഓക്കെ, എക്സാമിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. വായിക്കാം. ഫസ്റ്റ് വായിക്കാം. Rain is falling vertically with a speed of 35 meters per second. Winds started blowing after some times with a speed of 12 meters per second in east to west direction. എവിടുന്നാണ് east to west direction. In which direction should a boy waiting at bus stop hold his umbrella? എന്താണ് ചോദ്യം? മഴ താഴോട്ട് വീഴാണ്, കാറ്റും അടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടി ഏത് ഭാഗത്തേക്കായിരിക്കും അംബ്രല്ല പിടിക്കേണ്ടതെന്നാണ് ചോദ്യം. മഴ കഴിഞ്ഞിട്ട് അവന് പോയാൽ പോരെ എന്നാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ? ഇപ്പോൾ എന്നെ പോലത്തെ ആരെയുണ്ടോ മഴയാണെങ്കിലും കുട നനയ്ക്കാൻ തീരെ ഇഷ്ടമുണ്ടാവില്ല. തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ത് കുട നനയ്ക്കുക എന്നുള്ളത്. കുട ബാഗിലുണ്ടെങ്കിലും വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുടയിൽ പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? കമൻറ്റ് ചെയ്യ്, നോക്കട്ടെ എത്ര പേരുണ്ട് എന്നെ പോലത്തെ ഉള്ളതെന്ന്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യനിലേക്ക് വരാം. റെയിൻ എന്താണ് താഴോട്ട് വരികയാണ്, കാറ്റടിക്കുന്നുണ്ട്. എവിടുന്ന്? ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ഡയറക്ഷനിലായിരിക്കും കുട പിടിക്കേണ്ടതെന്നാണ് ചോദ്യം. വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ വന്നതിന് ശേഷമാണ്, ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞതിന് ശേഷമാണ് എന്ത് മഴ വെർട്ടിക്കലായിട്ട് മാത്രമല്ല ഇങ്ങനെ ചെരിഞ്ഞും പതിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. +1 ഞാൻ ഈ ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ പോയിട്ട് എന്താക്കണം, ഈ പൈപ്പിൽ ചെറുതായിട്ട് വെള്ളം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഊതി നോക്കും. സോ അപ്പം ചെറിയ എന്താണ് വേരിയേഷൻ, നേരെ വെർട്ടിക്കലിൽ നിന്നും കുറച്ച് ഡൈവേറിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, മഴ ഇങ്ങനെ താഴോട്ട് ചാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ മഴ ഇങ്ങനെ താഴോട്ട് ചാരിയാണ്. സോ എന്താണ് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ നോക്കാം. ഇത് നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈ നോർത്തിന് റൈറ്റ് ആയിരിക്കും എന്ത് എപ്പോഴും ഈസ്റ്റ് ഉണ്ടാവുക. ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക വെസ്റ്റ് ഉണ്ടാവുക. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. താഴോട്ടും മഴ പെയ്യാണ്. എന്തുകൊണ്ടാണ് മഴ താഴോട്ട് മാത്രം പെയ്യുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞേ? യെസ്, നമ്മുടെ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി അല്ലേ, നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് മഴയെ പിടിച്ച് വലിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ത് മഴ താഴോട്ട് തന്നെ പെയ്യുന്നത്, അല്ലാണ്ട് മേലോട്ട് പെയ്യാത്തത്. സോ എന്താണ് താഴോട്ട് പെയ്യാണ് മഴ. എപ്പോൾ? 35 meters per second ഫാസ്റ്റിൽ. ഓക്കെ, വേഗതയിൽ താഴോട്ട് പെയ്യാണ്. സോ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ, അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്താണ് നമ്മുടെ കാറ്റ് വീശുന്നുണ്ട്. അതെത്രയാണ്? 12 meters per second ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുട്ടി ഏത് ഡയറക്ഷനിലും കുട പിടിക്കണം എന്നാണ് ചോദ്യം. നോക്കാം, നിങ്ങൾ നോക്കൂ. എന്താണ് 35 താഴോട്ട് മഴ പെയ്യുന്നു, കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റിന്, ഇവയ്ക്ക് രണ്ടിൻ്റെയും റിസൾട്ടൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കില്ലേ കുട്ടി കുട പിടിക്കേണ്ടത്? നോക്കാം, ഇതാണ് എൻ്റെ ചിത്രം. ഞാൻ ചിത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മഴ, എൻ്റെ മഴയാണിത്. മഴ എന്താണ് താഴോട്ട് വരികയാണ്. മഴയുടെ വെലോസിറ്റിയാണ് ഞാൻ VR എന്നെടുക്കുകയാണ്. സോ 35 meters per second ആണത്. ഈ മഴ എന്താണ്, ഇനി കാറ്റ് ഈസ്റ്റ് ടു വെസ്റ്റ്, ഇതെന്താണ് ഈസ്റ്റ് അല്ലേ, നോക്കൂ ഈസ്റ്റ് ടു വെസ്റ്റ് ഇതല്ലേ. സോ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ എൻ്റെ കാറ്റ് വിൻഡ് എന്താണ് ബ്ലോ ചെയ്യാണ്. അതെന്താണ് 12 meters per second ആണ്. സോ ഈ വെക്ടറിന് ആംഗിളും അല്ലെങ്കിൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒന്നും മാറ്റാണ്ട് ഞാൻ എന്താണ് ഈ ഭാഗത്തേക്ക് എടുത്ത് വരയ്ക്കുകയാണ്. ഇതിനെന്താണ് മാഗ്നിറ്റ്യൂഡ് ഒന്നും മാറ്റാണ്ട് ഈ ഭാഗത്തേക്ക് എടുത്ത് വരയ്ക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ല. ആദ്യം എന്താണ് എൻ്റെ മഴ താഴോട്ടാണ് വീഴുന്നത്, അതിനെ റെപ്രസെൻ്റ് ചെയ്തു. VR = 35 meters per second സ്പീഡിലാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ് വിൻഡ് എന്താണ് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് വിൻഡ് പോകുന്നത്. സോ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 12 meters per second ആണ്. ആൻഡ് ഈ വിൻഡിൻ്റെ ഈ റെപ്രസെൻറ്റേഷനെ നേരെ താഴോട്ട് എടുത്ത് വരച്ചു. അതെന്തായിരിക്കും 12 meters per second തന്നെയായിരിക്കില്ലേ? ആയിരിക്കും. നമുക്കറിയാം എന്ത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ പ്രകാരം ഇതെന്താണ് സെയിം ഓർഡറിലുള്ള രണ്ട് വെക്ടേഴ്സാണ്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ വരുന്ന
ഈ ഒരു വെക്റ്റർ ആയിരിക്കില്ലേ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആയിരിക്കും. ഇതാണെന്ത് എൻ്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞേ എന്താണ് എൻ്റെ ടാൻ തീറ്റ എന്ന് പറയുന്നത്? ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? യെസ്, 12 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 35 ഇസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞേ? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 12/35 അല്ലേ? 12 ഡിവൈഡഡ് ബൈ 35 ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.342 ആണ് വരുന്നത്. സോ തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് 0.342. എത്രയാണ് മക്കളെ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.3? ടാൻ ഇൻവേഴ്സ് ഓഫ് 0.342 ഈക്വൽ ടു 18.88 സംതിങ് വരും. സോ ഇതിന് ഞാൻ അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി എന്ന് എഴുതുകയാണ്. സോ ഈ 90 ഡിഗ്രി ആണെന്ന് നമ്മുടെ ഈ ആംഗിളിന് കിട്ടി. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഫുൾ മാർക്ക് കിട്ടില്ല. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇതാണ് എൻ്റെ വെർട്ടിക്കൽ അല്ലേ? ഇതെൻ്റെ വെർട്ടിക്കലാണ്. സോ ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരും. നിങ്ങൾ പറഞ്ഞേ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും 90 ഡിഗ്രി ആയിരിക്കില്ലേ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് പറയാം അല്ലേ? ഇത് 90 ഡിഗ്രി ആണ്. സോ ഇതും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കില്ലേ നമ്മുടെ കുട്ടി കുട പിടിക്കേണ്ടത്? ഈ ഡയറക്ഷനിലായിരിക്കില്ലേ കുട്ടി കുട പിടിക്കേണ്ടതാ? സോ നമ്മൾ എന്ത് പറയും? ദ ബോയ് ഷുഡ് ഹോൾഡ് ഹിസ് അംബ്രല്ല ഏത് ഡയറക്ഷനിലേക്ക്? യെസ്, വെർട്ടിക്കൽ നിന്നും ഈസ്റ്റിലേക്ക് പിടിക്കണം അല്ലേ? വെർട്ടിക്കലിന് കുറച്ച് ഈസ്റ്റിലേക്കായിട്ട് പിടിക്കണം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എന്താണ് എൻ്റെ കയ്യിൽ എന്താണ് മഴ റെയിൻ എന്താണ് 35 മീറ്റർ പെർ സെക്കൻഡിൽ താഴോട്ട് പതിക്കുകയാണ്. സോ വിൻഡ് എന്താണ് 12 മീറ്റർ പെർ സെക്കൻഡിൽ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇനി ഞാൻ എന്താക്കുകയാണ്? വേറെ ഇത് എനിക്ക് വേണമെങ്കിലും ഇവിടെ ഞാൻ ചെയ്തത് എൻ്റെ ഈ വെക്റ്റർ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതല്ലേ, നേരെ പകരം എനിക്ക് എന്തറിയാം? പാരലലോഗ്രാം അറിയാം. സോ ഇതിനെ ഒരു പാരലലോഗ്രാം ആക്കി മാറ്റിയാൽ ഇതിൻ്റെ ഈ വശം ഇതായിരിക്കും എന്ത് എൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണിത് 35 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 12 ആയിരിക്കും. കാരണം നേരെ ഓപ്പോസിറ്റ് ആണ്. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ ഇതും 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇതായിരിക്കും എന്തായാലും റിസൾട്ടൻ്റ് വരിക. ഈ റിസൾട്ടൻ്റ് നേരെ എന്താ ചെയ്യുക? ഈ റിസൾട്ടൻ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് എൻ്റെ കുട്ടി കുട പിടിക്കേണ്ടത്. സോ ഇതാണെന്ത് എൻ്റെ ആംഗിൾ തീറ്റ. ഈ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? ഇവിടെ ടാൻ തീറ്റ കണ്ടെത്തി. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? 12/35 ആയിരുന്നു. സോ 0.34 എന്തോ സംതിങ് എന്തോ കിട്ടി. സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0.34 സംതിങ്. സോ ആൻസർ അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി കിട്ടി. സോ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ വെർട്ടിക്കലിൽ നിന്നും 90 ഡിഗ്രി മാറി ഈസ്റ്റിലേക്കായിരിക്കും എന്ത് കുട്ടി കുട പിടിക്കേണ്ടത്. ഓക്കെ, 90 ഡിഗ്രി മാറി ഈസ്റ്റിലേക്കായിരിക്കും എന്ത് കുട്ടി കുട പിടിക്കേണ്ടത്. മനസ്സിലായോ? സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. സോ നമ്മൾ ഇന്ന് ഇത്രയും ഭാഗങ്ങളാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിലെ മോഷനെ പ്ലെയിൻ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ.